91 ന്യൂസിലേക്ക് സ്വാഗതം. ഏറെ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ കെ സുധാകരൻ KPCC പ്രസിഡന്റായി വീണ്ടും ചുമതലയേറ്റു. സുധാകരന് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് വീണ്ടും വരാതിരിക്കുവാൻ രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തിയത് ആരാണ്? MM ഹസനോ, KC വേണുഗോപാലോ, അതോ VD സതീശനോ? കോൺഗ്രസ് പാർട്ടി സംഘടനാതല പ്രവർത്തനങ്ങളിലും നേതൃത്വത്തിലുമൊക്കെ വളരെ ദുർബലമായി കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. സത്യത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF രണ്ടാം തവണ ഭരണം നേടുവാനുള്ള അവസരം ഒരുക്കി കൊടുത്തത് കോൺഗ്രസിന്റെ ഈ ഐക്യം ഇല്ലായ്മ തന്നെയാണ്. അധികാര കൊതിയാണ് കോൺഗ്രസിന്റെ പ്രശ്നം. അത് എക്കാലത്തെയും ഒരു ശാപമായി പിന്തുടരുന്നു. പരസ്പര ബഹുമാനമോ സ്നേഹമോ എളിമയോ സേവന പ്രവർത്തനങ്ങളോ ഇല്ല എന്നത് ഈ പാർട്ടിയെ ജനങ്ങളിൽ നിന്നും പരിപൂർണമായി അകറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. LDF പ്രസ്ഥാനത്തിൽ എത്രയധികം ഉൾപാർട്ടി രാഷ്ട്രീയമോ ഗ്രൂപ്പ് ചേരിതിരിവുകളോ ഒക്കെ ഉണ്ടായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി ഐക്യത്തിൽ സംഘടനാ പ്രവർത്തനങ്ങൾ അതിശക്തമാക്കി അവർ അധികാരത്തിൽ എത്തും, അല്ലെങ്കിൽ എത്തുവാൻ ശ്രമിക്കും. ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പല നിയോജക മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനകൾ വീടുകളിൽ എത്തിക്കാൻ പോലും സാധിച്ചില്ല എന്നത് ഇലക്ഷന് ശേഷം പാർട്ടി ഓഫീസിലും നേതാക്കളുടെ വീടുകളിലുമായി കെട്ടിക്കിടക്കുന്ന സ്ഥാനാർത്ഥിയുടെ ആയിരക്കണക്കിന് വരുന്ന പോസ്റ്റർ ഒട്ടിക്കാൻ പോലും കഴിയാതെ വന്നു. അതൊക്കെ കത്തിച്ചു കളയേണ്ടി വന്നതുമൊക്കെ ഈ പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്ക് എത്ര ദയനീയമായിരിക്കും എന്നത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കണ്ണൂരിൽ മത്സരിച്ച KPCC പ്രസിഡന്റ് K സുധാകരൻ സ്ഥാനാർത്ഥിയായപ്പോൾ പാർട്ടി നിർദ്ദേശപ്രകാരം KPCC പ്രസിഡന്റ് സ്ഥാനം താൽക്കാലികമായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് MM ഹസന് കൈമാറിയിരുന്നു. ലോക്സഭാ ഇലക്ഷന് ശേഷം KPCC പ്രസിഡന്റ് സ്ഥാനം തിരികെ നൽകി പാർട്ടിയുടെ സംഘടനാ പ്രവർത്തന ചുമതല ഏറ്റെടുക്കുവാൻ തന്നെ അനുവദിക്കണമെന്ന് സുധാകരൻ AICCയോട് അഭ്യർത്ഥിച്ചു. അപ്പോഴാണ് AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ഇനിയും 2 ദിവസം കാത്തിരിക്കുവാൻ സുധാകരനോട് പറയുന്നത്. അപ്പോഴേക്കും KPCCയുടെ താൽക്കാലിക ചുമതല മാത്രമുള്ള MM ഹസന്റെ പ്രസ്താവന വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതുവരെ KPCC പ്രസിഡന്റായി തുടരാൻ സാധിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷ എന്നതായിരുന്നു ആ അധികാരപതിയുടെ മറ്റൊരു സ്വപ്നം. അതിനിടയിൽ തിരുവനന്തപുരം KPCC ഓഫീസിലെ പ്രസിഡന്റിന്റെ ഇരിപ്പിട സൗകര്യങ്ങളൊക്കെ തന്റേതായ രീതിയിൽ MM ഹസൻ മാറ്റിക്കഴിഞ്ഞിരുന്നു. അതായത് അതേ കസേരയിൽ തന്നെ സ്ഥിരമായി ഇരിപ്പ് ഉറപ്പിക്കുവാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു എന്നർത്ഥം. ഇതിനിടയിൽ സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുവാൻ പല അണിയറ നീക്കങ്ങളും VD സതീശന്റെ നേതൃത്വത്തിൽ നടന്നു എന്നത് മറ്റൊരു സത്യം. എന്തായാലും കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് AK ആന്റണിയുടെ ശക്തമായ പിന്തുണയുള്ള K സുധാകരനോട് KPCC അധ്യക്ഷ പദം ഏറ്റെടുക്കുവാൻ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഫോണിലൂടെ നിർദ്ദേശം നൽകിയതോടെ ഒരു രാഷ്ട്രീയ നാടകത്തിന് താത്കാലികമായി തിരശ്ശീല വീണു. ജനകീയ രാഷ്ട്രീയത്തിൽ നിന്നും കോൺഗ്രസ് പ്രസ്ഥാനം ഏറെ അകലെയാണ്. ചുളിവില്ലാത്ത കതർമുണ്ടും ഷർട്ടുമണിഞ്ഞ് രാവിലെ തന്നെ KPCC ഓഫീസിലോ DCCയിലോ എത്തി വാതുറന്നാൽ മറ്റു പാർട്ടികളെ മുഴുവൻ കുറ്റം പറഞ്ഞ് സ്വന്തം പാർട്ടിയെ തെറിവിളിച്ചും ഒപ്പം പ്രവർത്തിക്കുന്നവരെ പാരവച്ചും ഏതെങ്കിലും ഒരു നേതാവിന്റെ ശിങ്കിടിയായി ഒരു രാഷ്ട്രീയ സേവന പ്രവർത്തനവും നടത്താതെ മറ്റുള്ളവരുടെ ചിലവിൽ ജീവിക്കുന്ന കുട്ടി നേതാക്കന്മാരുടെ കൂട്ടമായി മാറി കോൺഗ്രസ്. പുതിയ ഒരു പ്രവർത്തകനെ പോലും പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ, അതല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ എന്തെങ്കിലും ഒരു സേവന പ്രവർത്തനം ചെയ്യുവാൻ ഇതൊന്നും താല്പര്യമില്ലാതെ സ്വന്തം നാട്ടിൽ യാതൊരു വിലയുമില്ലാത്ത പാർട്ടി നേതാക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ പ്രസ്ഥാനം. അണികൾ ആരും തന്നെ ഇല്ല, നേതാക്കൾ മാത്രം. ഇങ്ങനെ പോയാൽ കേരളത്തിൽ ഇനിയും ഒരു പിണറായി വിജയൻ മന്ത്രിസഭ തുടരും എന്നതിൽ ഒരു സംശയവുമില്ല. അത് LDF സർക്കാരിന്റെ നേട്ടം കൊണ്ടല്ല, കോൺഗ്രസ് എന്ന പാർട്ടിയുടെ കോട്ടം കൊണ്ടാണ്. പ്രതിപക്ഷ നേതാവായ VD സതീശനും KPCC പ്രസിഡന്റ് K സുധാകരനും തർക്കമില്ലാത്തൊരു ദിനമുണ്ടായാൽ അന്നു മുതൽ ഈ പ്രസ്ഥാനം രക്ഷപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ചാനൽ 91.